പൊതുഗതാഗത ദിനത്തോടനുബന്ധിച്ച് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്വർണം, സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങി 10 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ. കൂടുതൽ യാത്രകൾ നടത്തുന്നവർക്ക് സമ്മാനം ലഭിക്കാൻ സാധ്യത വർദ്ധിക്കും. എന്നാൽ മുൻവർഷങ്ങളിലെ പോലെ ഇത്തവണ പൊതുഗതാഗത ദിനത്തിൽ യാത്ര സൗജന്യമായിരിക്കില്ല. പ്രതിദിനം 1/2 കിലോ സ്വർണം, ഐഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവ സമ്മാനമായി നൽകും. ഇതിനു പുറമെ സൈക്കിളോട്ട മത്സരം, ബാസ്കറ്റ്ബോൾ മത്സരം, രക്തദാന ക്യാമ്പ് തുടങ്ങിയവയും നടത്തും. ഒക്ടോബർ 31, നവംബർ 1 തീയതികളിൽ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടക്കും. യൂണിയൻ, എക്സ്പോർട്ട് ടെർമിനൽ 3, ഹെൽത്ത് കെയർ സിറ്റി എന്നിവിടങ്ങളിലും ക്യാമ്പുകളുണ്ടാവും. രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 1000 ദിർഹമിന്റെ സൺഗ്ലാസുകൾ നൽകും. സൈക്കിളോട്ട മത്സരത്തിലെ വിജയികൾക്ക് 50 ദിർഹമിന്റെ ഗോൾഡ് നോൾ കാർഡാണ് സമ്മാനം. അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിൽ 1 നടക്കുന്ന ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ US താരം കരീം അബ്ദുൽ ജബ്ബാർ പങ്കെടുക്കും. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് 30,000 ദിർഹമിന്റെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1, ദുബായ്.